പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരുമിച്ച് നമുക്ക് കൂടി കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും ദൈവവചനം നമുക്ക് ശ്രവിക്കാനും ഒക്കെ ദൈവം തന്ന അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നലെ നമ്മുടെ കോടനാട് ചേർച്ച് അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ സർവീസായിരുന്നു. ചിലർക്കൊക്കെ വരാൻ പറ്റി, ചിലർക്ക് വരാൻ പറ്റിയിട്ടില്ല. എങ്കിൽ തന്നെയും ഇടയ്ക്ക് നിങ്ങൾക്ക് അവിടെ പോകാനും ഒക്കെ കഴിയട്ടെ. വളരെ നാളുകൾക്ക് ശേഷം സീനയെ നമുക്ക് കാണാൻ, സീന അനിലിനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്തവണത്തെ VBS അവർ മിസ്സായി. സീനയ്ക്ക് നാട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. നാട്ടിൽ പോയി വീട്ടുകാരോട് കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ ആൾക്കാർക്ക് തിരിച്ച് വരാനായിട്ടൊരു മടിയുണ്ടാവും. കാരണം വീട്ടിലെല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ വീട്ടിലെ ഫുഡൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും അല്ലേ. ആന മിക്കവാറും ബെല്ലാരിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മിക്കവാറും ഓടിച്ച് വിടുക പതിവ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആണ്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. VBS വളരെ സന്തോഷകരമായിരുന്നു. VBSൻ്റെ ഒരു ഫോളോ അപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ നമുക്ക് എൻകറേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഫോളോ അപ്പ് മീറ്റിങ്ങുകളിൽ സീനയ്ക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാനായിട്ട് കഴിയും. നമ്മൾ ഇന്ന് ഈ ഒരു മെഡിറ്റേഷൻ ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു ഡീപ്പറായിട്ടുള്ളൊരു തോട്ട്, വളരെ സിമ്പിളായിട്ടുള്ളൊരു തോട്ട്, ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു തോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗിക തലത്തിലായുള്ള ഒരു ചിന്തയായതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഇരുന്നാൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്താണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് വ്യക്തമാക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവിൻ്റെ വചനമൊക്കെ അറിയാം, പക്ഷെ പലപ്പോഴും അത് അനുസരിക്കാൻ പറ്റുന്നില്ല. അങ്ങനൊരു പ്രായോഗികമായ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? സീരിയസ് ആയിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ ദൈവവചനം, നമ്മളൊരു പ്രീച്ചിങ് സ്റ്റൈലുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. പ്രീച്ചിങ് സ്റ്റൈലുണ്ട്, ടീച്ചിങ് സ്റ്റൈലുണ്ട്, ഒരു ഡിവോഷണൽ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ സ്റ്റൈലുണ്ട്. ഈ 3 തരത്തിലും ദൈവവചനത്തെ നമുക്ക് ഷെയർ ചെയ്യാം. ഈ 3 മോഡലിലും ഞാനും പാസ്റ്റർ മാത്യു ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യാറുണ്ട്. കൂടുതലും നമ്മൾ സൺഡേയ്സിൽ ഒരു പ്രീച്ചിങ് മോഡാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ഒക്കെ കിട്ടി ആ ഒരാഴ്ച മുഴുവൻ അത് മതി എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് അങ്ങനെ പോകുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിലുള്ളതാണ് നമ്മുടെ ദൈവവചനം. നമുക്ക് ദൈവവചനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഓരോ ദിവസത്തേക്കും ഉള്ള വചനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ആ വചനം നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്: അനുസരിക്കുവാൻ പലപ്പോഴും നമുക്ക് പ്രയാസം നേരിടുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അനുസരിക്കാനായിട്ടാണ് നമ്മൾ പലരും ശ്രമിക്കുന്ന ഒരു കാര്യം. ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നത് മുഴുവൻ ഈ അനുസരിക്കുവാനുള്ള വളരെ വാഞ്ചയോടും താല്പര്യത്തോടും കൂടിയാണ് ഇസ്രായേൽ മക്കള് അവർ നടന്നത്. അവരെ ദൈവം ഈജിപ്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് കനാൻ ദേശം എന്ന് പറയുന്ന ഒരു ദേശത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ അവർക്ക് നൽകി. ഈജിപ്തിലുണ്ടായ വലിയ പ്രശ്നങ്ങളും അടിമത്വവും ഒക്കെ മാറ്റി ദൈവസ്നേഹത്തിൽ നിന്നെ കൊണ്ടുപോകും, നടത്തുമെന്നുള്ള ആ ഒരു വാഗ്ദാനമെല്ലാം കൊടുത്ത് അവരെ മൂവ് ചെയ്യിക്കുമ്പോൾ മോശ പോലും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാകത്തില്ല ഇത്രയും തരത്തിലുള്ള വിഘ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുമെന്ന്. നമുക്കറിയാം, വളരെ പെട്ടെന്ന് കനാൻ ദേശത്തേക്ക് എത്താനുള്ള മാർഗം ഉണ്ടായിട്ട് പോലും ദൈവവചനത്തിൽ പറയുന്നുണ്ട്, ആ ഒരു ദേശത്തുകൂടി കടന്നു പോയാൽ ഒരു പക്ഷേ അവർ യുദ്ധഭീതി ഭയപ്പെട്ട് തിരിഞ്ഞു പോകുമോ എന്ന് ദൈവത്തിന് ഒരു ആലോചന വന്നതിൻ പ്രകാരമാണ് അവരെ മറ്റൊരു ദേശത്തുകൂടി നടത്തുവാൻ തക്കവണ്ണം തയ്യാറായതെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഇതെല്ലാം പ്രാരംഭത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ പിക്ചർ നമ്മളെക്കുറിച്ചുണ്ട്. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മൾ എന്ത് ചിന്തിക്കും, നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ദൈവത്തിനൊരു പിക്ചറുണ്ട്, ഇല്ലാന്നില്ല. അപ്പൊ ദൈവം ഡിസൈൻ ചെയ്യുന്ന ഒരു യാത്രയിലൂടെ തന്നെയാണ് ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സംശയമില്ല. നിങ്ങളിപ്പോൾ ഏതൊരവസ്ഥയിലായിരിക്കുന്നുവോ, ഏത് സാഹചര്യങ്ങളിലൂടെയും സിറ്റുവേഷനിലൂടെയും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുവോ, അതൊക്കെ ദൈവത്തിന് അറിയാം. പക്ഷെ ദൈവം നോക്കുന്ന ഒരു കാര്യം, ദൈവത്തിങ്കിലേക്ക് നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നുണ്ടോ, ദൈവത്തിൽ നിന്ന് സൊല്യൂഷൻ പ്രാപിച്ചിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എന്നുള്ളത് ദൈവം നോക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സ്ട്രഗിളിനെ കുറിച്ചാണ്. എന്താണ് നമ്മുടെ സ്ട്രഗിള്? അനുസരിക്കുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ അനുസരിക്കാൻ വളരെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചൊരു വിഷയം, വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഷയം എന്നോട് സംസാരിച്ചു. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അനുസരിക്കുവാൻ നിങ്ങൾ ബന്ധപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞൊരു കാര്യം, എന്നെ സ്നേഹിക്കാനായിട്ട് ആദ്യം പഠിക്കുക. മനസ്സിലായോ? എന്നെ സ്നേഹിക്കാനായിട്ട് ആദ്യം നീ പഠിക്കുക. ഏതൊരവസ്ഥയിൽ കടന്നു പോകുമ്പോഴും കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമ്മുടെ ഹൃദയം അതിനു വേണ്ടി തുറന്നിടുന്ന ഒരു ഹൃദയമാണെങ്കിൽ അനുസരണം പുറകെ വരും. കാര്യം മനസ്സിലായോ? വളരെ സിമ്പിളാണ്. അപ്പൊ നിങ്ങൾ അനുസരിക്കാൻ കിടന്ന് ബന്ധപ്പെടണ്ട. ഇസ്രായേൽ മക്കൾ അനുസരിക്കാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. കൽപ്പനകള്, കാര്യങ്ങള്, പ്രമാണങ്ങള്, ഇതെനിക്ക് അനുസരിക്കാനായിട്ടുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇല്ലാതിരുന്നത് എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ സബ്ജക്റ്റ്. ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ പ്രസംഗം കഴിഞ്ഞു ആമേൻ പറയാം, നമുക്ക് ആശീർവാദം പറഞ്ഞ് പിരിയാം. ഇത്രേ ഉള്ളൂ വിഷയം. ഇതാണ് എൻ്റെ വിഷയം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ. കർത്താവിനെ സ്നേഹിക്കാൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്? കർത്താവ് പറയുന്നത്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ വിശുദ്ധിയിലെല്ലാം പോയി, നിങ്ങൾ എല്ലാം ഓക്കെ ആയതിനു ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് വരാമെന്നാണോ കർത്താവ് പറഞ്ഞത്? കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, നിങ്ങളായിരിക്കുന്ന അവസ്ഥ, നിങ്ങൾ പാപത്തിലായിരിക്കും, നിങ്ങൾ ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്നവരായിരിക്കും, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണെങ്കിൽ പോലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു കരുതലുണ്ട്. അതാണ് ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ആ ദൈവമാണ് നമ്മളെ നടത്തേണ്ടത്. നമ്മുടെ ഒരു സ്ക്രിപ്ചർ ഇന്ന് ഇതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പൊ നമ്മൾ കാണുന്നത്, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പൊ യോഹന്നാൻ 14:15 നമുക്കൊന്ന് കടക്കാം. അവിടെ എന്താണ് ആ വചനം പറയുന്നതെന്ന് ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. രണ്ട് വാക്യങ്ങളും തമ്മിലൊരു ചെറിയ ഒരു ഡിഫറൻസ് അല്ലെ നിങ്ങളിവിടെ കാണുന്നുണ്ട്. വചനം ഒന്ന് തന്നെയാണ്. 14:21 നമ്മൾ വായിച്ചത്, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കുന്നുണ്ട് എങ്കിൽ അതൊരു തെളിവാണ്. നിങ്ങൾ ഇതിനെ, ഈ വാക്യത്തെ നിങ്ങൾ മറ്റൊരു രീതിയിൽ കണ്ടാൽ മതി. ദൈവത്തിൻ്റെ ഒരു പ്രോമിസ്,
ഒരു വാഗ്ദാനമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനം ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കൽപ്പനകളെ പ്രമാണിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് അതിനെ ആ രീതിയിലാണ് നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റേണ്ടത്. അതിൻ്റെ കാരണം 4:15 നമ്മൾ കണ്ടു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെന്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൂതെന്ന് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുവാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് തരും. അതിൻ്റെ താഴോട്ടുള്ള വാക്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്കിത് പ്രമാണിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കുവാൻ, നിങ്ങൾക്ക് ആ പ്രയാസത്തെ നേരിടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. അപ്പൊ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്യുവാനായിട്ട് കഴിയും. പക്ഷേ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കണം. സ്തോത്രം. ഇതാണ് ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു കൺക്ലൂഷനാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടത്. എനിക്കറിയാം, നമ്മൾ പലരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല യങ്സ്റ്റേഴ്സും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുസരിക്കാൻ പറ്റുന്നില്ല. അയ്യോ അങ്ങനെ അല്ലല്ലോ, അയ്യോ ഞാൻ തെറ്റിപ്പോവുകയാണല്ലോ, ഞാൻ വീണു പോവുകയാണല്ലോ. ഈ ഒരു സ്ട്രഗിളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ചോദ്യം, മകനെ മകളെ, എന്നെ സ്നേഹിക്കാൻ നിനക്ക് എന്താണ് തടസ്സം? എന്നെ സ്നേഹിക്കാൻ നിനക്കെന്തുകൊണ്ട് കഴിയുന്നില്ല? സ്നേഹത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ് കർത്താവ് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു മാർഗം. നമ്മൾ യോഹന്നാൻ 3:16 പിതാവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ വ്യക്തമാക്കി തരുന്നത്. ലോകത്തെ അത്രമാത്രം പിതാവ് സ്നേഹിച്ചതുകൊണ്ട് സ്വന്തം പുത്രനെ തരുവാൻ തക്കവണ്ണം അവന് കഴിഞ്ഞു. നമ്മൾ മറ്റൊരു റീഫ്രേസ് ചെയ്താ ഞാൻ പറയുന്നത്, ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ലോകത്തെ സ്നേഹിക്കാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു പിക്ചറുണ്ട്. 33-ാമത്തെ സങ്കീർത്തനം മുഴുവൻ വായിച്ചാൽ നമുക്കറിയാം, അവന്റെ ദയ, ദൈവത്തിന്റെ ദയ ലോകത്തെല്ലായിടത്തും, ഭൂമിയിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വാക്യമാണ് നമ്മളവിടെ കാണുന്നത്. ദയ എന്ന് പറയുന്ന വാക്യം, അതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ സ്നേഹം എന്നൊരു വാക്കാണ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മൂല വാക്യമായിട്ട് അല്ലെങ്കിൽ മൂല വേർഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഈ സ്നേഹമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. ഈ സ്നേഹം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ദൈവത്തെ അനുസരിക്കുവാൻ പ്രയാസമായിട്ട് നിൽക്കുന്നത്. ഇസ്രായേൽ മക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരനുഭവം അവർ അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് അനുഭവം വരുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് ചേഞ്ച് ആയി പോവുകയാണ്. എന്തുകൊണ്ട് ചേഞ്ച് ആയി പോകുന്നു? അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അവർ കാണാത്തതുകൊണ്ടാണോ? അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഇതൊന്നുമല്ല കാരണം എന്ന് പറയുന്നത്, ഈ ദൈവം ഈ സാഹചര്യത്തിലും എന്നെ സ്നേഹിക്കുന്നവനാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നമ്മൾക്ക് പലപ്പോഴും സ്ട്രഗിൾ അനുഭവിക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു റീസൺ, കർത്താവ് ഈ ഒരു സ്ട്രഗിളിലും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, ഇതിനെ മാറ്റിയെടുക്കുവാൻ അവൻ മതിയായവനാണെന്നുള്ള ചിന്ത നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. ഇന്ന് പകൽക്കാലം ആ ഒരു സ്നേഹം കർത്താവിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ആ സ്നേഹം നഷ്ടപ്പെട്ട് പോയാൽ നമ്മൾ മറ്റൊന്നും നമുക്ക് പ്രയോജനമില്ലാതെ ആയിത്തീരുന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. റോമർ 6:17-18 വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ വാക്യത്തിന്റെ അടിസ്ഥാനം എന്താണ് കിടക്കുന്നത്? അടിസ്ഥാനം മറ്റൊന്നുമല്ല, യേശു കർത്താവിൻ്റെ സാക്രിഫൈസ്, ത്യാഗോജ്വലമായിട്ടുള്ള ക്രൂശിലെ മരണമാണ് എന്നെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ തക്കവണ്ണം സഹായിച്ചത്. നമുക്ക് അറിവുണ്ട്. എന്താണ് അറിവ്? എന്നെ നീതിയുക്തനാക്കി നിർത്തിയിരിക്കുന്നു. ഇതൊരു അറിവാണ്. എന്നെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഇതൊരറിവാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, എൻ്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് കൊണ്ടാണ് എനിക്ക് പാപത്തിൽ നിന്നുള്ള അടിമത്വം നഷ്ടപ്പെട്ടത്. എനിക്ക് ഫ്രീഡം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, എൻ്റെ നീതിയുടെ അടിസ്ഥാനം. ഈ കർത്താവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അത് റിയൽ, വാസ്തവമാണ്. ഈ കർത്താവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അത് ശക്തിയുള്ളതാണ്. ഈ കർത്താവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അത് ട്രാൻസ്ഫോർമേഷനിലാണ്, അത് രൂപാന്തരം വരുത്തുന്ന ഒന്നാണ്. ശക്തിയുള്ളതാണ്, വാസ്തവമുള്ളതാണ്, അത് രൂപാന്തരം വരുത്തുന്ന ഒന്നാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ കഴിയുന്നത് ഒരു പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ കർത്താവ് ക്രൂശിലേക്ക് കടന്നുപോയി, ആ ക്രൂശിൽ മരിച്ചു എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മളവിടെ കാണുന്നത്. നല്ല കാര്യം, ആ പ്രോസസ്സാണ് ഇതിൻ്റെ അടിസ്ഥാനവും, സംശയമില്ല. പക്ഷേ ആ പ്രോസസ്സിൽ, ആ മരണത്തിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ അമ്മയെ നമ്മൾ റിയാലിറ്റിയിൽ നമ്മൾ കാണുന്നുണ്ട്. പലർക്കും അമ്മയുടെ സ്നേഹം റിയാലിറ്റിയിൽ വാസ്തവമായിട്ട് അവർ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അമ്മ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് എന്തൊക്കെയാണ്? അമ്മ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തതായിട്ടുള്ള പല കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് എനിക്ക് അമ്മയെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നത്. അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി, അമ്മ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ്, അതല്ല അവിടുത്തെ, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഒരു അറിവ് മാത്രമല്ല എന്നെ അമ്മയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. അമ്മ എൻ്റെ ജീവിതത്തോട് ചെയ്ത, അമ്മയുടെ സ്വാധീനം എൻ്റെ ജീവിതത്തിൽ ചെലുത്തിയത് അമ്മയുടെ സ്നേഹമാണ്. അതാണ് എന്നെ അമ്മയിലേക്ക് അടുപ്പിച്ചത്. അതാണ് എനിക്ക് അമ്മ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം, എനിക്ക് അമ്മ എന്ന് പറയുന്ന ഫിസിക്കലായിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്തു എന്നുള്ളത് ഒരു ഇൻഫോർമേഷൻ, ഒരു അറിവായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ട്. ക്രൂശിൽ അവൻ മരിച്ചു, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം, അത് സ്നേഹത്തിൻ്റെ, എന്നെ സ്നേഹിച്ചത് കൊണ്ട്, എൻ്റെ പാപങ്ങളെ ഹനിച്ച് എനിക്ക് നീതി തരുവാൻ, എന്നെ രൂപാന്തരം വരുത്തുവാൻ,
എൻ്റെ മേൽ ദൈവികമായ ന്യായം വരുത്തുവാൻ, എൻ്റെ മേൽ ദൈവികമായ സ്നേഹത്തെ തരുവാനാണെന്നുള്ള ഒരു ബോധ്യം വരുമ്പോഴാണ് ആ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് ചെയ്യാൻ കഴിയുന്നത് 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഹൃദയത്തെ നമ്മൾ തുറന്നിടുക. നമ്മുടെ ഹൃദയത്തെ നമ്മൾ തുറന്നിടുക. ദൈവം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്ന് നമ്മളെ സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബിസി ഷെഡ്യൂളിൽ, ഈവൻ മിനിസ്ട്രി ചെയ്യുന്നവർ പോലും ദൈവത്തിന് വേണ്ടി ഹൃദയത്തെ തുറന്നിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറില്ല. വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ ബിസി ആയിട്ട് ഷെഡ്യൂളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുക. ഫാമിലി പ്രെയർ ഉണ്ടോ? ഉണ്ട്. പേഴ്സണൽ പ്രെയർ ഉണ്ടോ? ഉണ്ട്. സൺഡേ പ്രെയർ ഉണ്ടോ? ഉണ്ട്. ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ ഒരു ചോദ്യം ചോദിക്കട്ടെ, ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നിടുന്ന ഒരു 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 സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കാറുണ്ടോ? ആ സ്നേഹം അവൻ നമുക്ക് തരുവാൻ തക്കവണ്ണം തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ആ സ്നേഹത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ ഉള്ളിൽ ഏറ്റെടുക്കുവാനായിട്ട് നമ്മളൊരു സമയത്തെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടോ? ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല എന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മുമ്പ് പറഞ്ഞ ചോദ്യത്തിൻ്റെ ആൻസർ, എനിക്കനുസരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു സമാധാനം എനിക്ക് ലഭിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണോ എന്ന് പോലും എനിക്ക് ചില സമയത്ത് സംശയങ്ങൾ തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ തോന്നുന്ന, ഇങ്ങനെയൊക്കെയുള്ള പ്രായോഗിക തലത്തിൽ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗോഡ്, ടു അലൗ ഹിം ടു കം ഇൻ ആൻഡ് ലവ് യു. ദൈവം നിങ്ങളെ സ്നേഹിക്കുവാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറന്നിട്ട് കൊടുക്കുന്ന ഒരവസരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഈ ബിസി ഷെഡ്യൂളെല്ലാം മാറ്റി വെച്ചിട്ട് അതാ വേണ്ടിയത്. എഫേസ്യർ 3:19 നമ്മൾ വായിക്കുന്നുണ്ട്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനായിട്ട് നിങ്ങളൊന്ന് വാഞ്ചിക്കുക. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയായത്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. എന്താണ് ഈ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം? ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ട്. അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അവൻ എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അവൻ എന്നെ കാത്തുവന്ന് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു അറിവാണിത്. ഇത് നമ്മുടെ പരിജ്ഞാനമാണ്. നമ്മുടെ പരിജ്ഞാനത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു അറിവാണിത്. എന്നാൽ ഇന്നത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ നിങ്ങളോട് എന്നോട് തന്നെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തെ നമ്മൾ തുറന്നിട്ട് കഴിയുമ്പോൾ മാത്രമേ ഈ ലഭിച്ച പരിജ്ഞാനത്തെക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ പ്രസൻസ്, സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുള്ളൂ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനായിട്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? പരിജ്ഞാനത്തെ കവിയുന്ന, നമ്മൾക്ക് ലഭിച്ച അറിവിനേക്കാളും നമ്മൾക്കിപ്പോൾ ഉള്ള അറിവിനേക്കാളും ഉപരിയായി നമ്മൾക്ക് തരുവാൻ ഇച്ഛിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. ആ സ്നേഹത്തിനായിട്ട് കാത്തിരിക്കാൻ, ആ സ്നേഹത്തിനായിട്ട് ഹൃദയത്തെ നമ്മൾ തുറന്നിടുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടത്തുള്ളൂ. അവിടെ മാത്രമേ ക്രിസ്തുവിൻ്റെ സാക്രിഫിഷ്യൽ സ്നേഹം, ത്യാഗപരമായ സ്നേഹമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തുള്ളൂ.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ 13-ാമത് അധ്യായം മുഴുവൻ എഴുതി വച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ വ്യാപ്തി എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടണം. അതിനു വേണ്ടി സമയം കണ്ടെത്തണം. അപ്പോൾ ഒന്നാമതായിട്ട് അതാണ്. രണ്ടാമതായിട്ട് അനുസരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ചില ദൈവഭാഗങ്ങളുണ്ട്, വചനങ്ങളുണ്ട്. ഈ വചനങ്ങളുടെ സത്യം എന്താണെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യമാകുവാൻ തക്കവണ്ണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കണം ആ വചനങ്ങൾ. ദൈവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നതിനെ പറ്റി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചില മൂല്യങ്ങളെ നമ്മൾ ഒന്നുകൂടി ധ്യാനിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ചില വചനങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് നോക്കാം. യോഹന്നാൻ 14:21 നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വചനമാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചതാണ് ആ വചനം. ആര് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവോ അവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ പിതാവായിട്ടുള്ള ദൈവം സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു, തന്നെയുമല്ല ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ഇവിടെ ഒരു സത്യം കിടപ്പുണ്ട്. എന്താണ് ആ സത്യം എന്നറിയാം? അവസാനത്തെ ഭാഗത്താണ്. ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തും. അതൊരു വലിയ സത്യമാണ്, ആത്മീക സത്യമാണ്. ഇപ്പൊ മുമ്പ് നമ്മൾ കണ്ടു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് അവനെ വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. അപ്പൊ കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ചാട്ടെ. കർത്താവിനെ പറ്റി അറിയുക എന്നുള്ളതല്ല, കർത്താവിനെ കുറിച്ച് അറിയുക എന്നുള്ളതല്ല, കർത്താവിനെ അറിയുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. കർത്താവിനെ അറിയണമെന്നുണ്ടെങ്കിൽ അവൻ എനിക്ക് അവനെ വെളിപ്പെടുത്തി തരണം. സ്തോത്രം. നിങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ ലൈഫ് റിവിഷൻ സെമിനാറിൽ കെയോജോൻ അങ്കിൾ പറയുന്നൊരു കാര്യം പ്രധാനമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. ദൈവവചനം നമ്മൾ വായിക്കുക എന്നുള്ളതല്ല, മറിച്ച് വചനം നമ്മളെ വായിക്കണം. അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? വചനം നമ്മളെ വായിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കർത്താവിനെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. കർത്താവിനെ വെളിപ്പെടുത്തി തരാത്തിടത്തോളം കാലം നമ്മൾ വചനത്തിൻ്റെ ധ്യാനത്തിൽ നമ്മൾക്ക് അറിവ് ലഭിക്കുന്നില്ല. നമ്മൾ വെറുതെ വായിച്ചു പോകുന്നേ ഉള്ളൂ. അതല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമതായിട്ട് ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന കാര്യം, മെഡിറ്റേറ്റ് ഓൺ വേഴ്സസ് എബൌട്ട് ഒബീഡിയൻസ്. അനുസരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ധ്യാനാത്മകമായ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുവാനും കർത്താവിനെ വെളിപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതത്തിൽ അത് പകരപ്പെടുവാനും ഇടവരണം. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. യോഹന്നാൻ 14:23. ഇത് തന്നെ 14:23 21, 22, 23. യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ശ്രദ്ധിച്ചേ, ഞങ്ങൾ ആരാണ്? ഞങ്ങൾ പിതാവും പുത്രനും, ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവും അവിടെയുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എൻ്റെയും നിങ്ങളുടെയും അടുക്കൽ വന്ന് നമ്മളോട് കൂടെ വാസം ചെയ്യുന്ന അനുഭവം ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ
അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വചനത്തെ പ്രമാണിക്കുമ്പോഴാണ്. നമ്മൾ മുൻപേ കണ്ടു, വചനത്തെ പ്രമാണിക്കണം എന്ന് പറയുമ്പോൾ പ്രാധാന്യമുള്ള വിഷയം കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയാത്ത സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റിക്കളയുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയണം. മൂന്നാമത്തെ കാര്യം കർത്താവിൻ്റെ കൽപ്പനകളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ നമ്മൾക്ക് വിശ്വസിക്കുവാനും നമ്മൾക്ക് ഏറ്റെടുക്കുവാനും കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. എന്താണെന്നറിയോ? കർത്താവിൽ ട്രസ്റ്റ് ചെയ്യണം. ഒരു അഫക്ഷനോട് കൂടിയുള്ള ഒരു ട്രസ്റ്റ് നമുക്ക് ഉണ്ടാകണം. നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ, ക്രിസ്തീയ ജീവിതം മുന്നോട്ടിങ്ങനെ പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. അഫെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ അഫെക്ഷൻ, ട്രസ്റ്റ് ഇല്ലാതെയാണ് അഫെക്ഷൻ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ കർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കർത്താവുമായിട്ട് എപ്പോഴും നടക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടത് എന്താണ്? ട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വെറുതെ പറച്ചിലേ ഉള്ളൂ. വാക്കുകൾ കൊണ്ട് മാത്രം നമ്മുടെ നാവിൻ്റെ തുമ്പിൽ നിന്ന് ആ കാര്യങ്ങൾ വരുന്നുണ്ട്. പാട്ട്, പ്രത്യേകിച്ച് നമ്മൾ പാട്ടുകൾ പാടുന്നത് അല്ലേ, എന്തോരം പാട്ടുകളാണ് നമ്മൾ രാവിലെ പാടുന്നത്. ഇന്ന് തന്നെ പാടിയിട്ടുണ്ടാവും ചിലപ്പം. കർത്താവിനെ സ്നേഹിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു അല്ലേ, വാക്കുകൾ കൊണ്ട്. പക്ഷെ നമുക്ക് എന്തില്ല? നമുക്ക് ട്രസ്റ്റ് ഇല്ല. അവിടെ എന്ത് സംഭവിച്ചു? അഫെക്ഷനൊക്കെ ഉണ്ട്, പക്ഷെ ട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കർത്താവിനെ അനുസരിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ട്രസ്റ്റിലേക്ക് കൂടി നമുക്ക് കടന്നു വരുവാൻ ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 30:14 നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 30:14. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. ദൈവം തന്നിരിക്കുന്ന ഓരോ വചനങ്ങളും വചന സത്യങ്ങളും എൻ്റെ വായിലും എൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ട്രസ്റ്റ് നഷ്ടപ്പെട്ടത്? ഹൃദയത്തിൽ ഇരിക്കുന്ന വചനത്തെ പൂർണ്ണമായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല? പ്രിയമുള്ളവരെ, കർത്താവിനെ അനുസരിക്കാൻ നിങ്ങൾ ബന്ധപ്പെടേണ്ട. നിങ്ങൾ അതിനുവേണ്ടി ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിളിലൂടെ നിങ്ങൾ കടന്നു പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടുന്നത് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് നിങ്ങളുടെ ഉള്ള അവസ്ഥയിൽ, നിങ്ങൾ ഏതൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ തെറ്റിപ്പോയി കർത്താവെ, എനിക്ക് തിരികെ വരണം, എനിക്ക് നിൻ്റെ സാമീപ്യം ആവശ്യമാണ്, എനിക്ക് നിൻ്റെ പ്രസൻസ് ആവശ്യമാണ് കർത്താവെ, അങ്ങയെ എനിക്ക് സ്നേഹിക്കണം, എൻ്റെ അറിവിൽ അതിനേക്കാളും ഉപരിയായിട്ടുള്ള നിൻ്റെ സ്നേഹത്തെ എനിക്ക് രുചിച്ചറിയണം. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതാണ് നമ്മുടെ മനോഭാവം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനെ അനുസരിക്കുവാൻ നമുക്ക് പ്രയാസമുണ്ടാകില്ല. കർത്താവിനെ അനുസരിക്കുന്നവർക്ക് കർത്താവിനെ ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് അവനെ ഫോളോ ചെയ്യാൻ കഴിയും. ചിലർ ബാപ്റ്റിസം എടുക്കാൻ വളരെ മടി കാണിക്കുന്നവരുണ്ട്. സ്നാനപ്പെടാനായിട്ട് ഭയങ്കര മടിയാണ്. അത് ശരിയാണോ തെറ്റാണോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടാണ് അനുസരണത്തിൻ്റെ സ്റ്റെപ്പിലേക്ക് അവർക്ക് കടന്നു പോകാൻ പറ്റാത്തത്?
കർത്താവ് എന്ത് വന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സത്യം എനിക്കത് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് കൺവിൻസ്ഡ് അല്ല, എനിക്ക് അത്ര വലിയ കൺവിക്ഷനൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല, പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിത് എടുക്കാൻ പോകും. അപ്പോൾ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അനുസരിച്ചിരിക്കും. ഏതൊരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാട്ടെ. നിങ്ങളുടെ കയ്യിലൊരു 100 രൂപയുണ്ട്, ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ കയ്യിലൊരു 100 രൂപയുണ്ട്. ഈ 100 രൂപ ഒരു മിഷൻസിന്, ഒരു സപ്പോർട്ടിന് നിങ്ങൾക്ക് ഇടണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. കുഴപ്പമൊന്നുമില്ല, താല്പര്യമുണ്ട്. പക്ഷെ അത് ഇടാൻ പറ്റുന്നില്ല. അത് ഇടാനായിട്ട് നിങ്ങളെങ്ങനെ, ആ 100 രൂപ ഉണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ആ സാധനം മേടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ 100 രൂപ ആര് തരും? പിന്നെ എനിക്ക് എവിടെ നിന്ന് കിട്ടും ഈ 100 രൂപ? ഇതാ നമ്മുടെ ചിന്ത. അതേസമയം കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് എന്തും എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ 100 രൂപ ഇല്ല, ഞാൻ ആ സാധനം മേടിക്കുന്നു ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഒരു പ്രശ്നമില്ല കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. 100 രൂപ താനെ പോക്കറ്റിൽ നിന്ന് പോയി ആ മിഷൻസിന് നമ്മൾ കൊടുക്കും. ബാക്കിയൊന്നും ചിന്തിക്കത്തില്ല. അനുസരണം അവിടെ വന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഈ അനുസരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ചിന്തിച്ചു നോക്കോളൂ, ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയാത്ത ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. ഞാനിന്ന് രാവിലെ ഇത് വായിച്ചത്, ഇതൊക്കെ നമുക്ക് അറിയുള്ള കാര്യമാണ്. പക്ഷെ ഞാനിത് ധ്യാനിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു, ഇതെല്ലാം ചിന്തിക്കാനായിട്ട് തുടങ്ങി. ശരിയാണല്ലോ, ഇവർക്ക് പിതാവിനെ സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമല്ലേ ഇവർ ഈ അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ എന്തുണ്ട് പ്രശ്നം? പ്രിയമുള്ളവർ, അതുകൊണ്ട് ഒന്ന് മാറ്റി ഒന്ന് ചവിട്ടി നോക്കിയാട്ടെ. പച്ച മലയാളത്തിൽ ഞാനങ്ങ് പറയുക, അനുസരിക്കുക എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് കണ്ടു വചനത്തിൽ. പക്ഷേ അനുസരിക്കാൻ നിങ്ങൾ സ്ട്രഗിൾ എടുക്കരുത്. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്, കൽപ്പനകളെ അനുസരിക്കാൻ വേണ്ടി അവർ ബന്ധപ്പെടുകയാണ്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു. കനാൻ ദേശം തന്നെ നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെടും കർത്താവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം നമുക്ക് പ്രാക്ടിക്കലായിട്ട് എടുക്കാം. കർത്താവ്, എന്തു വന്നാലും ഞാൻ കർത്താവിനെ സ്നേഹിക്കും. എന്തു വന്നാലും, ഏതൊരു സാഹചര്യമാണ് എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടെങ്കിലും ഞാൻ കർത്താവിനെ സ്നേഹിക്കും. ഒരു തീരുമാനം എടുക്കാവോ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ, പഠനങ്ങളിൽ, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉയർച്ചയിൽ, ഏതൊരു പ്രശ്നം നിങ്ങൾ എടുത്തു വെച്ചോ മുമ്പിൽ, അതിനെല്ലാം പരിഹാരം ഇവിടെയുണ്ട്. നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചാൽ മതി. നിങ്ങൾ പെർഫെക്റ്റ് ഒന്നുമല്ല, ഞാൻ പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റായിട്ട് കർത്താവിനെ സ്നേഹിക്കാനും പറ്റത്തില്ല. ഈ ഇംപെർഫെക്ഷനിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്കൊരു തീരുമാനം എടുക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഏതൊരു വിഷയവുമായിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എൻ്റെ മകൻ ഇങ്ങനെയാണ്, എൻ്റെ മകളിങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് കർത്താവിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ചിന്തയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു തീരുമാനമെടുക്കുക. കർത്താവേ, ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പരിജ്ഞാനത്തെ കവിയുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം. നീ ക്രൂശിലേക്ക് ഒറ്റയ്ക്ക് കടന്നു പോയത് എനിക്കറിയാം. പക്ഷേ നീ ആ കടന്നു പോകുമ്പോൾ എന്നെ സ്നേഹിച്ച ആ സ്നേഹം അതെന്താണെന്ന് എനിക്കറിയില്ല. സ്തോത്രം പിതാവേ, ഹല്ലേലൂയ. ഒഴിവുചാൽ പോലെ അവൻ്റെ മുതുകുകൾ ഉഴുതുമറിഞ്ഞു, രക്തമൊഴുകി എന്നൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ അനുഭവിച്ച ആ വേദനയുടെ ആ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഞാൻ ചേറ്റിലും കുഴിയിലുമായിരുന്നപ്പോൾ നീ എന്നെ തേടി വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ടത്.
പക്ഷെ കർത്താവേ, അത് അന്ന് വന്നു, അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ നിന്നെ ഏറ്റെടുത്തു എന്നുള്ളതല്ലാതെ ആ സ്നേഹം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആരെയും കുറ്റം വിധിക്കുന്നില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാൻ തയ്യാറായില്ല കർത്താവേ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെങ്കിൽ എനിക്ക് നിന്നെ അനുസരിക്കുവാൻ പ്രയാസമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന കർത്താവേ. പ്രത്യാശയുടെ നാളുകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഇന്ന് ഈ പകൽക്കാലം ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ആഴത്തിൽ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. സ്തോത്രം. ആഴത്തിൽ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ ദൈവ സ്നേഹത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. മാത്രം സ്നേഹിച്ചു മാത്രം സ്നേഹിച്ചു നാളും ദോഷിയായ എന്നെ തേടി നല്ല നാഥൻ പാരിൽ വന്നു. കാൽവറിയിൽ രക്തം ചിന്തി നൽകി പ്രാണൻ. Glory God. Yes, Lord. I love you, Father. I love you, Jesus. ദൈവസ്നേഹം വർണ്ണാതീതം എങ്കിലും എന്നെ തേടി വന്ന ദൈവസ്നേഹം വർണ്ണാതീതം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ സൈഡിൽ കരം വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, യെസ് ലോർഡ്, ഐ ലവ് യു. എനിക്ക് നിന്നെ സ്നേഹിക്കുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലൂടെയും ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് അങ്ങയെ സ്നേഹിക്കുവാനുണ്ട് കർത്താവേ. എനിക്ക് അങ്ങയെ സ്നേഹിക്കണം, അങ്ങയുടെ വഴികളിൽ നടക്കണം. യെസ് ഫാദർ, ടച്ച് മീ നൗ ഓ ഫാദർ, ടച്ച് മീ ഓ ഗോഡ്, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഓവർ ഹിയർ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് നിന്റെ മക്കളെ ഓരോരുത്തരെയും നീ നിറയ്ക്കണമേ കർത്താവേ. Lord, touch each and every one over here, oh God. Fill them with the power, fill them with the glory, fill them with the love, oh Jesus. സ്നേഹത്താൽ നിറയ്ക്കുന്ന, സ്നേഹത്തിന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാൻ നിനക്ക് കഴിയുമല്ലോ കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നിങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആ ദൈവസ്നേഹം, അത് അവർണ്ണനീയമായ ആ ദൈവസ്നേഹം
ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരട്ടെ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറയുവാൻ, നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയട്ടെ. ഹല്ലേലൂയ. അവൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി നിങ്ങളെ ശക്തരാക്കട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവേ, ഇന്ന് നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് അവർണ്ണനീയമായ സ്നേഹത്തിൻ്റെ ശക്തി നീ പകർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നീ പകർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസവും ദുഃഖവും നിറഞ്ഞ ജീവിതത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നിന്റെ മക്കൾ ഇവിടെയുണ്ട്. കർത്താവേ, അനുസരിക്കുവാൻ പ്രയാസപ്പെട്ടും സ്ട്രഗിൾ ചെയ്തും നടക്കുന്ന നിന്റെ വ്യക്തികളുടെ ജീവിതത്തിലേക്ക്, നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ സ്നേഹവുമായിട്ട്, ആ കത്തുന്ന സ്നേഹവുമായിട്ട് ആ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പുതിയൊരു അനുഭവത്തിലേക്ക് നിന്റെ മക്കൾ കടന്നു പോകട്ടെ കർത്താവേ. പുതിയ അനുഭവത്തിലേക്ക് അവരുടെ ക്രിസ്തീയ ജീവിതം കടന്നു പോകട്ടെ. ജീവന്റെ നദികൾ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെന്ന് നിന്റെ വചനം പറയുമ്പോൾ, ആ ജീവന്റെ നദികൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുവാനും അത് അനേകരെ സ്പർശിക്കുവാനും പറയുന്ന വാക്കുകളിലൂടെ അനേകർക്ക് മാനസാന്തരം വരുവാനും ഇടവരട്ടെ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. സകല മഹത്വം അങ്ങെടുത്താട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ.